വിളിച്ച് ചോദിക്കും എവിടെ ആയിരുന്നു ആന നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയുക പിന്നെ ഇന്ന റോഡിൻ്റെ ഭാഗത്താണ് വലത്താണോ ഇടത്താണോ പോസ്റ്റിന് ചോദ്യമോ ഇടത്താന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തനിത്തോട്ട് വിളിക്കാൻ പറയും വലത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വടശ്ശേരിക്ക് വിളിക്കാൻ പറയും ഇങ്ങനെ കൈ ഒഴിയുകയാണ്. മലയാളപ്പുഴ കളി മാറുകയാണ്. വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടി ഒരു ഗ്രാമം മുഴുവൻ. ആ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ വന്യജീവി ശല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഫോറസ്റ്റിലേക്ക് തന്നെ മാർച്ച് നടത്തുകയാണ്. സാധാരണ നമ്മൾ കാണുന്ന ഇത്തരം വിഷയങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ചെങ്കിൽ ഇവിടെ വനത്തിലേക്ക് ജനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രത സമരത്തിൽ മാർച്ച് നടത്തും. എന്താ പ്രസിഡന്റോട് ചേരുവാണ്. പ്രസിഡന്റ്, എന്താണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷനുള്ളിലേക്ക് ഫോറസ്റ്റ് സ്റ്റേഷന് പകരം വനത്തിനുള്ളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്? അത് സാറേ, നമ്മുടെ പ്രദേശം ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലൊക്കെ ധർണ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശാശ്വത ഫലം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോഴേ വാർഡ് അതായത് 4-2 അതായത് ഗ്രാമപഞ്ചായത്തിൻ്റെ 4-5 വാർഡുകളിൽ ഇത് രൂക്ഷമായ സാഹചര്യം നിലനിർത്തുന്നു. അതുപോലെ ഇപ്പോൾ ഒരു എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചെങ്കിൽ തന്നെ അതിൻ്റെ സേവനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു കുറവ് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ പോരാടാൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൂട്ടായ തീരുമാനം എടുത്തിട്ടാണ് കാടിറങ്ങിയവരെ ചുരത്താൻ നാടിറങ്ങി പ്രതിഷേധം, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ അത് ഞങ്ങൾ ആ വനാതിർത്തിയിലേക്ക് മാർച്ച് പന്തംകുളത്തി മാർച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് പ്രതിഷേധമായിട്ട് തന്നെ ഞങ്ങളിത് ഏറ്റെടുത്ത് ഇതിനുള്ള ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഈ വനാതിർത്തിയിലേക്ക് പഞ്ചായത്ത് നിർത്തില്ലേ, അതിൻ്റെ പരിപാടിയുടെ കൺവീനറോട് ചേരുകയാണ്. ഈ അത് വലിയൊരു ശല്യമാണ് ഈ നാട്ടിൽ ഈ വന്യജീവിയിലെ. അതെ, വളരെയേറെ മറ്റുള്ള പ്രദേശങ്ങളിൽ വരും വ്യത്യസ്തമാണ്. ഇവിടെ മലയാളപ്പുഴ പഞ്ചായത്തിൽ 5 വാർഡ്, ആ വാർഡുകൾ ഈ വനത്തോട് ചേർന്നാണ്. കല്ലാറാണ് കടവിൽ കൂടെ പോകുന്നത്. ആ കാറിൻ്റെ അക്കരോട്ട് കയറിയാൽ വനമാണ്. അവിടെ നിന്ന് എല്ലാ വന്യജീവികളും കയറി വരും. പക്ഷെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, അട്ടച്ചാക്കൽ കുമ്പളാമ റോഡ്. ആ റോഡിൽ വിളിച്ച് ചോദിക്കും എവിടെ ആയിരുന്നു ആന നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയുക പിന്നെ ഇന്ന റോഡിൻ്റെ ഭാഗത്താണ് വലത്താണോ ഇടത്താണോ പോസ്റ്റിന് ചോദ്യമോ ഇടത്താന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തനിത്തോട്ട് വിളിക്കാൻ പറയും. വലത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വടശ്ശേരിക്ക് വിളിക്കാൻ പറയും. ഇങ്ങനെ കൈ ഒഴിയുകയാണ്. ഇതിൻ്റെ ഫലം കഴിഞ്ഞ ദിവസം തന്നെയാണ് നമ്മുടെ ഒരു പാവപ്പെട്ട തൊഴിലാളി ആനയുടെ മുമ്പിൽപ്പെട്ട് അവിടെ നിന്ന് വണ്ടിയെല്ലാം തല്ലി പൊട്ടിച്ച് ഓടി രക്ഷപ്പെടുകയായത്. ഇങ്ങനെ നിരവധി കാലങ്ങളായി തുടങ്ങി. ഇത് മാത്രം ആന മാത്രമല്ല, അതേപോലെ തന്നെ പുലിയുണ്ട്, കടുവായുണ്ട്, അതിനെക്കാട്ടിലെല്ലാം ഉപരിയായി കുരങ്ങിൻ്റെ ശല്യങ്ങളെല്ലാം ഉണ്ട്. കാട്ടുപോത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ടി വിയിലൊന്നും കാണുന്ന സിസ്റ്റം കാട്ടുപോത്ത്, അതിനെക്കാട്ടും വലിയ കാട്ടുപോത്തുകളാണ് കൂട്ടമായിട്ട്. അപ്പോൾ ഇതെല്ലാം നേരെ വന്ന് അവിടെ കൈതക്കൃഷിയാണ്. ആ കൈതക്കൃഷിക്ക് അവർ പൈലിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിരുന്ന് ഞാൻ പറഞ്ഞ അവിടെ വരുന്ന ഈ കൈത കഴിക്കാൻ വേണ്ടി കയറി വരികയാണ്. അത് വരുമ്പോൾ ഒരു 5-8-10 വരും. ഇപ്പോൾ ഫോറസ്റ്റുകാർ അവിടെ ചെന്ന് ഡ്യൂട്ടിക്ക് 2-3 പേരാണെങ്കിൽ അവർ 1-2 പടക്കമൊക്കെ പൊട്ടിക്കും. അപ്പോൾ ഈ ആന 4 ഭാഗത്തേക്കാണ് പിന്നെ പോകുന്നത്, ഒന്നിച്ച് വരികയല്ല. 4 ഭാഗത്തേക്കും പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ആളുകൾ ജോലി ചെയ്യുന്ന രാത്രികളിൽ 2 മണിക്കൊക്കെ ടാപ്പിംഗ് ഉണ്ട്. ഇവിടെ എസ്റ്റേറ്റിൽ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റാണ്. അവിടെ രാത്രി കാലങ്ങളിലൊക്കെ ഈ സ്ത്രീകൾ ഉൾപ്പെടെ ടാപ്പിങ്ങിന് വരുന്ന വെളുപ്പിന് 4 മണിക്കൊക്കെയാണ് പോകുന്നത്. ഈ ആദായം രാവിലെ കിട്ടിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആദായം കൂടുതൽ വരും, തണുപ്പുള്ള തന്നെ വെട്ടിയാൽ. അങ്ങനെ അവരെ കൊണ്ട് വെട്ടിക്കുക. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുക്കുഴി ജംഗ്ഷനിൽ ആന വന്നു. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ വാർഡ് വടശ്ശേരി പഞ്ചായത്തിൻ്റെ വാർഡാണ് താമസിക്കുന്ന ഭാഗം, ബോർഡറാണ്. അവിടെ മുറ്റത്ത് വരെ ചെല്ലും. അവിടെ കോളനിയുണ്ട്. കോളനിയിൽ 28ഓളം കുടുംബങ്ങളത് അവിടെ തന്നെ ആന വന്ന് കയറി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, കഴിഞ്ഞ വർഷമാണെങ്കിൽ പുതുക്കളം ജംഗ്ഷൻ ആന വന്നു, അവിടെ ഇളങ്ങൾക്ക് ഉണ്ടാക്കി പോവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ നേരത്തെ ഇവിടെ പ്ലാങ്കാടെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ലാബൊക്കെ ഉണ്ടായിരുന്ന. അവിടെയെല്ലാം ഈ വാഴത്തെങ്ങിന് ഇഷ്ടം പോലെ പിന്നെ ചക്കയൊക്കെ ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടിയാണ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ ആളില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കഴിഞ്ഞ ദിവസം MLA വന്നൊരു യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യോഗം വിളിച്ചു. ഓരോ യോഗം വിളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സ്ട്രോങ്ങായ നിലപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിനിയും തന്നെയല്ല ഒരു കാര്യം കൊണ്ട് ഇവർ ഈ ആനയൊക്കെ തുരത്തുന്നതിന് വേണ്ടി ഒരു വാളണ്ടിയേഴ്സിന് ഇവിടെ നമ്മളൊരു കുറേ 10-20 പേരെ വാളണ്ടിയേഴ്സിന് തിരഞ്ഞെടുത്തിരുന്നു. ആ 20 പേര് വൈകിട്ട് പടക്കമൊക്കെ പോയി. അവസാനം പോയിരുന്ന ആളിൻ്റെ പേര് കേസെടുക്കുന്ന രീതിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. DYFIയുടെ പ്രവർത്തകരും ഒക്കെയാണ് വാളണ്ടിയേഴ്സ്. രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ ഒന്നിച്ച് നിൽക്കുക.
അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഇതിനെ തടയാൻ പോയില്ലെന്ന നാട്ടുകാരുടെ പേരിൽ കള്ളക്കേസ് എടുക്കാൻ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇനിയില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കുന്നില്ല. കാര്യത്തിൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി വൈകിട്ട് രാത്രിയാണ്, വളരെ പകലല്ല, രാത്രി തന്നെ ഈ ആനത്താരയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുകയാണ്. പോലീസ് തടഞ്ഞാൽ അല്ലെ പോസ്റ്റ് പണിവർ തടഞ്ഞാൽ അവിടെ ഇരുന്ന് ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കും. ആ സമരം പിന്നെ ഇതിൻ്റെ തീരുമാനം ഉണ്ടാകുന്ന ഒരു പിൻവാങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയവും, എല്ലാ പഞ്ചായത്ത് എല്ലാ രാഷ്ട്രീയക്കാരും അതിന് സപ്പോർട്ടാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറൂടെ അല്ലേ വലിയ പ്രക്ഷോഭത്തിലൊക്കെ നടക്കുവാണല്ലേ? ഗ്രാമപഞ്ചായത്ത് ഒന്നിച്ച് നിൽക്കുകയാണ് അതിന്. ഗ്രാമപഞ്ചായത്ത് ഒന്നിച്ച് നിൽക്കുകയാണ്. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. ഇനി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടേ മതിയാവുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം പറയുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.